പൂച്ചൂടൽ ചടങ്ങ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് എന്താണെന്നുള്ളൊരു ചിന്ത വരും അല്ലേ. പൂതല്ലേ വെക്കുക, പൂതല്ലേ വെക്കുന്നത് തന്നെയാണ്. പക്ഷേ പൂച്ചൂടൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ കർണാടക സമുദായത്തിൻ്റെ എൻഗേജ്മെൻ്റാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കന്നഡ ബേസ്ഡ് ആളെയാണ്. അപ്പോൾ അവർ നമ്മളെ അന്ന് പെണ്ണ് കാണാൻ വരിക എന്നാണ് പറഞ്ഞത്. മീൻസ് പെണ്ണ് കാണാമെന്ന് വെച്ചാൽ അവരുടെ മുതിർന്ന ആൾക്കാർ എന്നെ ഒന്ന് കാണാൻ വരിക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അവർ അപ്പോൾ നമ്മളൊരു സിമ്പിൾ ചുരിദാറേ ഇട്ടുള്ളൂ, വലിയ സാരി അങ്ങനെയൊന്നും എടുത്തില്ല. കാരണം എനിക്ക് ഒരു കംഫർട്ട് സോൺ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. പക്ഷേ അവർ വന്നപ്പോൾ അവരുടെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നു. കുറച്ച് പഴങ്ങൾ, പൂവ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പഴങ്ങളും എല്ലാം കൈമാറി. ഇത് കർണാടക ബേസ്ഡ് ആയതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സായിട്ടാണ് എനിക്ക് തോന്നിയത്. പൂച്ചൂടൽ ചടങ്ങ് എന്നുള്ളത് നമ്മൾ തമിഴിലൊന്നും കണ്ടിട്ടില്ല, സിനിമയിലും കണ്ടിട്ടില്ല. ഇവർ പറഞ്ഞപ്പോൾ മനസ്സിലായ പൂച്ചൂടൽ ചടങ്ങ് എന്ന് വെച്ചാൽ ചെക്കിൻ്റെ പെങ്ങൾ കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് തലയിൽ പൂവ് ചൂടിക്കൊടുക്കണം, മുല്ലപ്പൂ ചൂടിക്കൊടുക്കണം. അതിനുശേഷം അവർ എല്ലാവരും നമ്മളിങ്ങനെ വന്ന് അനുഗ്രഹിക്കും. ആദ്യം ഇങ്ങനെ ഇതിപ്പോൾ ചെയ്തത് ചേട്ടൻ്റെ വൈഫാണ്. പിന്നെ ചേട്ടൻ്റെ വൈഫ്, പിന്നെ ചെക്കൻ്റെ അമ്മ, ചെക്കൻ്റെ ചേട്ടൻ, പെങ്ങളെ ഭർത്താവ്, അങ്ങനെ എല്ലാവരും ചെയ്തു. അതിനുശേഷം അവരെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവരോട് ഓരോരുത്തരായിട്ടും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഞാൻ ആകെ എന്താ പറയുക, അരിയൊക്കെയാണ് കേട്ടോ. അരിയും പൂവും അരി ആണ് നമ്മളങ്ങനെ വിളക്ക് തൊട്ടിട്ട് നമ്മളങ്ങനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് എൻഗേജ്മെൻറ്റ്. ഞാൻ ചോദിച്ചപ്പോൾ അവരൊന്നും ഇതൊന്നും അല്ല, ഇത്രയും സാധനങ്ങൾ മാത്രമല്ല, ഇതിനേക്കാളും ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവരും, സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ നമുക്ക് അതിനെപ്പറ്റി വലിയ അറിയാത്തത് കൊണ്ട് അവരെന്താക്കി കുറച്ച് സാധനങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഈ ഒരു ചടങ്ങ്, അതായത് ഈ എൻഗേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെയാണ് കേട്ടോ. നമ്മളെ ഹിന്ദുസിൽ എൻഗേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കൻ പിന്നെ അടുത്ത പടി കല്യാണമാണല്ലോ. അപ്പോൾ ചെക്കൻ പെണ്ണ് ചെക്കൻ്റെ ആയി, പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരോട് സമ്മതം ചോദിക്കണം എന്നുള്ള അതേ കോൺസെപ്റ്റാണ് ഇവരിതിലും ഉള്ളത്. അത് കാരണം അന്ന് തന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് നടത്തി. അതിനുശേഷം ഇവരെന്താക്കും, തമിഴ് ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, തട്ട് കൈമാറുക, അങ്ങനെ തട്ട് കൈമാറുകയും ചെയ്തു. തട്ട് കൈമാറി കഴിഞ്ഞാൽ കല്യാണം ഫിക്സായി എന്നുള്ള രീതിയിലാണ് സംഭവം. അപ്പോൾ ഇതാണ് കർണാടക സമുദായത്തിൻ്റെ എൻഗേജ്മെൻറ്റ്. പൂച്ചൂടൽ എന്നാണ് പറയുക. കല്യാണം ഈ രീതിയിലല്ല നടന്നത്, നമ്മുടെ രീതിയിലാണ്. അതിൻ്റെ എപ്പോഴെങ്കിലും ഞാൻ ഇവരുടെ ഒരു കല്യാണം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം കേട്ടോ. എല്ലാവർക്കും എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ വീട്ടിൽ ഒരു കല്യാണം വന്നിട്ടില്ല. അതിന് മുമ്പ് എല്ലാ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനി അങ്ങനൊരു സംഭവം വരുമ്പോൾ ഞാൻ എന്താക്കി തരാം, നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ.